കണ്ണൂരിലെ എന്റെ കേരളം മേളയിൽ കൗതുക കാഴ്ചകൾ ഏറെ ഒരുക്കിയിട്ടുള്ള സ്റ്റാളാണ് ജയിൽ വകുപ്പിന്റേത്. കണ്ണൂർ സെൻട്രൽ ജയിലിനകം എങ്ങനെയാണെന്ന് മിനിയേച്ചറുകളിലൂടെയും ശില്പങ്ങളിലൂടെയും തുറന്നുകാട്ടുന്നു. ഏക്കറുകളോളം നീണ്ടു നിൽക്കുന്ന ജയിൽ വളപ്പിലെ കെട്ടിടങ്ങൾ ഒരു കുഞ്ഞു മിനിയേച്ചറിലൂടെ, അഴിക്കുള്ളിലെ തടവുകാരൻ, വധശിക്ഷ നടപ്പാക്കുന്ന രീതി, ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം ആളുകളുടെ സംശയ ദൂരീകരണവും. തടവുകാർ തീർത്ത കരകൗശല വസ്തുക്കളും ശില്പങ്ങളും വേറെ. ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല ഗ്രാമം, ലഹരിയിൽ തകർന്ന മനുഷ്യൻ. ഈ ശില്പങ്ങൾ നിർമ്മിച്ചത് മലപ്പുറം സ്വദേശിയായ ജീവപര്യന്തം തടവുകാരൻ. ജയിൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, എന്താണ് അകത്ത് നടക്കുന്നത് അല്ലെങ്കിൽ അകത്ത് എന്തൊക്കെയുണ്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ജയിലിനുള്ളിൽ കയറുന്ന പ്രതീതി പോലെ നമ്മളൊരു ഇവിടെ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സെല്ല് ചെയ്തിട്ടുണ്ട്. സെല്ലിനുള്ളിൽ ഒരു തടവുകാരൻ എന്തൊക്കെ കൊടുക്കുന്നു, ബെഡ്ഷീറ്റ്, തോർത്ത്, അങ്ങനെയുള്ള അത്യാവശ്യ പാത്രങ്ങൾ, ഇതെല്ലാം എന്തൊക്കെയാണ് കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജയിലിലെ കഴുമരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരാളിനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അയാളെ എങ്ങനെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാത്ത രീതിയിൽ, കാരണം ഏറ്റവും മോശമായ ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, തൂക്കി ശിക്ഷയ്ക്ക് വിധിക്കാറുള്ളത്. അപ്പോൾ അവരെ എങ്ങനെ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്കും ഒരു പാഠമാവും. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയുള്ള ശിക്ഷ ലഭിക്കും എന്ന് അവർക്ക് ഒരു ബോധ്യം വരും. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു മാതൃകയാണ് ഇവിടെ കാഴ്ചവെച്ചത്. സെൻട്രൽ ജയിലിൻ്റെ ഇരട്ട കഴുമരത്തിൻ്റെ മോഡലാണ്. കഴിവുള്ള ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് ബിനാലെ നടത്തിയതിൽ ഒരുപാട് ശില്പങ്ങൾ, വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ശില്പമാണ് നമ്മളിവിടെ കൊണ്ട് ഇൻസ്റ്റലേഷൻ. ആ ഇൻസ്റ്റലേഷൻ കൂടെ പൊതുജനത്തെ അറിയിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരിയുടെ ശരശയ്യ. ഒരു ലഹരി പലവിധ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ എങ്ങനെ ലഹരിയുടെ ശരശയ്യയിലേക്ക്, അതായത് അയാളുടെ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്ന് വളരെ ലളിതമായി തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ഇക്കാലത്തുള്ള MDMA, സ്റ്റാമ്പ് പോലുള്ള ഡ്രഗ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ജയിൽ രേഖകൾ, തൂക്കിലേറ്റിയവരുടെ വിവരങ്ങൾ തുടങ്ങിയവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുറമേ നിന്ന് കാണുന്ന ആ കൂറ്റൻ മതിലിനപ്പുറത്ത് എന്താണെന്ന് കൃത്യമായി ജയിൽ വകുപ്പ് പ്രദർശിപ്പിക്കുന്നുണ്ട് എന്റെ കേരളം മേളയിലൂടെ. അജയ് ഷരിയേരിക്കൊപ്പം മുഹമ്മദ് സൈഫുള്ള, പ്രൈം 21, കണ്ണൂർ.